ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളിലെ 6ാമത്തെ ഭാഗമാണ്. അതായത് കോഡ് ആൻഡ് ടാൻജന്റ് എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 റേഡിയസ് ആരങ്ങൾ വരച്ചിട്ടുണ്ട്. OAയും OBയും പച്ച കളറിൽ വരച്ചിരിക്കുന്നു. പിന്നെ ആ 2 ആരങ്ങളുടെയും അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഒരു ഞാൻ AB ബ്ലാക്ക് കളറിൽ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വരച്ചിരിക്കുന്നത് ഈ A എന്ന പോയിന്റിൽ കൂടെയും B എന്ന പോയിന്റിൽ കൂടെയും 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും ഒന്നും എഴുതാം. ഇവിടെ കേന്ദ്രത്തിൽ 50 ഡിഗ്രി ആണെങ്കിൽ ഈ പുറത്തുണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കണം, 180 ആയിരിക്കണം. അപ്പോൾ ഇത് 50 ആണെങ്കിൽ, കേന്ദ്രത്തിൽ 50 ആണെങ്കിൽ ഈ പുറത്ത് വരുന്നത് 130 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ഒരു കാര്യം കൂടെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? കേന്ദ്രത്തിൽ സെന്ററിൽ 50 ആണെങ്കിൽ ആ ഇപ്പുറത്ത് കിടക്കുന്ന സർക്കിളിൽ എത്ര വരും? അതിൻ്റെ പകുതി വരും. അപ്പൊ ഈ കാര്യം നമുക്കറിയാം. അതായത് ഇവിടെ 25 ആയിരിക്കും. ആണല്ലോ. ഇനി നമ്മൾ പഠിച്ചത് എന്താ? ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, അതായത് 2 ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അത് P എന്ന് എടുക്കാം. ആ പോയിന്റിൽ നിന്ന് എവിടെയാണോ, ഏത് പോയിന്റിലാണോ ടാൻജന്റ് വരച്ചിരിക്കുന്നത്, അതായത് P മുതൽ B വരെയുള്ള നീളവും P മുതൽ A വരെയുള്ള നീളവും സെയിം ആണ്, തുല്യമാണ് എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതായത് ഈ ട്രയാങ്കിൾ PAB ഏത് തരം ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ PAB ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. PAയും PBയും തുല്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതായത് ത്രികോണം PAB ഒരു സമപാർശ്വ ത്രികോണമാണ്. ഇനി ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? 2 വശങ്ങൾ തുല്യമാണ്. അതായത് ഈ വരെയും ഈ വരെയും തുല്യമാണ്. അപ്പൊ അതിൻ്റെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഏത് കോണൊക്കെയാ തുല്യം? എയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണും ബിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണും തുല്യമാണ്. അപ്പൊ ഒരു ത്രികോണം, ഈ PAB ഒരു ട്രയാങ്കിൾ ആണ്. ഒരു ത്രികോണത്തിനകത്ത് എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക എത്രയാണ്? 180 ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ ഒരു കോൺ 130 ആയി. അപ്പൊ ബാക്കി രണ്ടും കൂടെ എത്ര വരും? 50 വരും. അത് രണ്ടും തുല്യവുമാണ്. അപ്പോൾ ഓരോ കോണും എത്ര വീതം വരും? 25 വീതം വരും. അതായത് ഇത് 25 ആണ്, ഇതും 25 ആണ്. ഇപ്പൊ ഏതൊക്കെ കോണുകളാ തുല്യമായിട്ട് വന്നിരിക്കുന്നത്? ഈ വൃത്തത്തെ കിടക്കുന്ന കോണും ഈ ഞാണും തൊടുവരകളും തമ്മിലുള്ള കോണുമല്ലേ തുല്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഇവിടെ ആയിരിക്കും കോൺ തരിക, കേന്ദ്രത്തിലല്ല കോൺ തരുന്നത്. ഇവിടെ, അതായത് ഇപ്പൊ ഇവിടെ Q എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ Qന്റെ അളവ് തരും, അതിൽ നിന്ന് Pയുടെ അളവ് കണ്ടുപിടിക്കണം. അല്ല, Pയുടെ അളവ് തരും, അതിൽ നിന്ന് Qന്റെ അളവ് കണ്ടുപിടിക്കണം. അല്ല, Aയുടെ അളവ് കണ്ടുപിടിക്കണം, Bയുടെ അളവ് കണ്ടുപിടിക്കണം. ഇങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ കോണുകളാണ് തുല്യമായിട്ട് വന്നിരിക്കുന്നത്? Qവും A എന്ന് പറയുന്നത് എന്താണ്? ഞാണും ഈ കോഡും ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ. B എന്ന് പറയുന്നത് ഈ കോഡും ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ. ക്ലിയർ ആയോ? ഇനി വേറൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു സർക്കിൾ, അതിലൊരു കോഡാണ് AB, ഞാനാണ് AB. ആ ഞാണിന്റെ അറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലെ ഉണ്ടാക്കുന്ന കോണാണ് ഈ കോൺ. അതുപോലെ നമുക്ക് ഒരുപാട് കോണുകൾ വരയ്ക്കാമല്ലോ. ആ കോണുകളുടെ എല്ലാം അളവുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. കണ്ടോ? ഇതും ആ ഞാണിന്റെ, ആ കോഡിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോണിന്റെ അളവ് എത്രയാണോ അത് തന്നെയായിരിക്കും ഈ കോണിന്റെയും അളവ്. അതെവിടെ? ഈ ആർക്കില്, ഈ വലിയ ആർക്കില് എവിടെ ആംഗിൾ വരച്ചാലും ആ കോണിന്റെ അളവ് സെയിം തന്നെയായിരിക്കും. ഈ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് പേജ് നമ്പർ 176 ചോദ്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ are the tangents to the circumcircle of the smaller triangle at its vertices.
കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ. ഇവിടെ പടം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ത്രികോണം വരച്ചിട്ടുണ്ട്. ആ ത്രികോണം വരച്ചിരിക്കുന്നത് പരിവൃത്തത്തില് കിടക്കുന്ന 3 പോയിന്റ്സിന്റെ തൊടുവരകളായിട്ടാണ് അല്ലെ. പിന്നെ ഇവിടെ 2 കോണുകളും തന്നിട്ടുണ്ട്. അത് ഏത് ത്രികോണത്തിന്റെയാ? അകത്തുള്ള ത്രികോണത്തിന്റെയാണ്. പുറത്തുള്ള ത്രികോണത്തിലെ, അതായത് വലിയ ത്രികോണത്തിലെ ഓരോ അളവുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ത്രികോണത്തിന് പേര് കൊടുക്കാം. ഈ അകത്തെ ത്രികോണത്തിന് ABC. അതിൽ B എന്ന കോൺ ആദ്യം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് വൃത്തത്തിലാണ് കിടക്കുന്നത്, സർക്കിളിലാണ് കിടക്കുന്നത്. അത് A എന്ന പോയിന്റിൽ നിന്നും A എന്ന പോയിന്റിൽ നിന്നും C എന്ന പോയിന്റിൽ നിന്നും വന്നിരിക്കുന്ന ആംഗിൾ ആണല്ലോ. അപ്പോൾ AC എന്ന കോഡ് നമ്മൾ വരച്ചു അല്ലെ. അപ്പോൾ ആ AC എന്ന കോഡിന്റെ എൻ പോയിന്റ്സിൽ കിടക്കുന്ന എൻ പോയിന്റ്സ് ആണ് എയും സിയും. അവിടുത്തെ 2 ടാൻജൻസ് ആണല്ലോ ഇത് രണ്ടും. അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് P എന്നെടുക്കാം. അപ്പോൾ ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും? ഇതും 80 ആയിരിക്കും. അതേപോലെ ഇതും 80 ആയിരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ് വെച്ചിട്ട് അല്ലെ. അപ്പൊ ഈ 2 കോണുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ P എന്ന കോൺ കിട്ടുമല്ലോ. 80 എത്രയാണ്? 160 ആണ്. പിന്നെ ബാക്കി എത്രയും കൂടെ മതി 180 ആകാൻ. ഒരു ട്രയാങ്കിളിന് സം ഓഫ് ദി ആംഗിൾസ് 180 ആണ്. 80 + 80 160 വന്നു. ബാക്കി 20 ഉള്ളൂ. ബാക്കി 20 ഉള്ളൂ. അപ്പൊ ഇത് 20 കിട്ടിയല്ലോ. ഒരാംഗിളായി. അതേപോലെ നമുക്ക് ഈ 60 എടുക്കാമല്ലോ. 60യും സർക്കിളിലല്ല കിടക്കുന്നത്, സി എന്ന പോയിന്റിലാണ് കിടക്കുന്നത്. അത് എവിടെ നിന്നൊക്കെ വരുന്ന? ബിയിൽ നിന്നും എയിൽ നിന്നും വരുന്ന. അപ്പൊ AB എന്ന് പറയുന്ന കോഡ് വരച്ചിട്ടുണ്ട്. ആ കോഡിന്റെ എൻ പോയിന്റ്സ് ആണ് എയും ബിയും. അവിടുത്തെ 2 ടാൻജൻസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ല ഇത്. അതിനെ Q എന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ 60 തന്നെ ആയിരിക്കും. ഇതും 60 തന്നെ ആയിരിക്കും ആണല്ലോ. ഇനി ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ. 60 + 60 120 120 ആയി. ബാക്കി എത്രയുണ്ട്? ഇവിടെയും 60 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ആവശ്യവും ഇല്ല. കാരണം ഈ വലിയ ട്രയാങ്കിളിൽ PQR ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ Pയും Qവും കിട്ടിക്കഴിഞ്ഞു. അതായത് 60 + 20 എത്രയാണ്? 80. ബാക്കി എത്രയേ വരത്തുള്ളൂ? 100. ആൻസർ ആയില്ലേ? 3 ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്? ബിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. ആംഗിൾ നമ്മൾ പേര് കൊടുത്തു. ആ പേര് വെച്ചിട്ട് സ്റ്റെപ്സ് എഴുതണം. ആംഗിൾ ABC = 80 ഡിഗ്രി. അതുകൊണ്ട് ഏതൊക്കെ ആംഗിൾ 80 ആയി? ഇതും 80 ആയി. ആംഗിൾ PACയും ആംഗിൾ PCAയും 80 ആയി. ഈ നടുക്കത്തെ പേരാണ് നോക്കേണ്ടത്. AC. കണ്ടോ? AC. പിന്നെ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. therefore ആംഗിൾ P എത്രയായി? 20 ഡിഗ്രി ആയല്ലോ. അതെങ്ങനെയാ കിട്ടിയത്? 180 - 80 + 80. അല്ലെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് എഴുതിയാലും മതി. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ആംഗിൾ ACB എത്രയാണ്? 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ACB 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആംഗിൾ QABയും ആംഗിൾ QBAയും 60 തന്നെയാണ്. അതുകൊണ്ട് ആംഗിൾ 60 ആയി. ആംഗിൾ Q 60 ഡിഗ്രി ആയി. ഇനി ആംഗിൾ 6 കൂടെ കണ്ടുപിടിച്ചാൽ പോരെ. ആംഗിൾ 6 കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ 180യിൽ നിന്ന് ഏതൊക്കെ കൂട്ടിയിട്ട് കുറയ്ക്കണം? 60 + 20 നമുക്ക് കൂട്ടുക. എന്നിട്ട് 180യിൽ നിന്ന് കുറയ്ക്കുക. 180 - 80 = 100 ഡിഗ്രി. 3 ആംഗിളും കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്. ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ ആർ ടാൻജൻസ് ടു ദ സർക്കിൾ. Their points of contact are the vertices of the smaller triangle. ഇവിടെ പുറത്തെ ട്രയാങ്കിൾ, അതായത് വലിയ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. പുറത്തെ വലിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത്
അകത്തെ ട്രയാങ്കിളിലെ വെർട്ടിസസിൽ വരുന്ന ടാൻജൻസ് ആണ്. സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്, അഥവാ പരിവൃത്തം വരച്ചിട്ടുണ്ട്. അതിലെ ടാൻജൻസ് ആണ്, തൊടുവരകളാണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിളിലെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ നേരെ വിപരീതമായിട്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ അകത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾസ് തന്ന് പുറത്ത് കണ്ടുപിടിക്കണമായിരുന്നു. ഇതിൽ പുറത്ത് തന്നിട്ടുണ്ട്, അകത്ത് കാണണം. ഇവിടെ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച റൂൾ എന്താണ് ഇന്ന് പഠിച്ചത്? പുറത്തെ ഒരു ആംഗിൾ, അതായത് രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലെ ആംഗിൾ 40 തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഏത് പോയിന്റിൽ നിന്നാണോ ടാൻജൻസ് വരച്ചിരിക്കുന്നത്, അപ്പൊ ആദ്യത്തത് എ ബി എന്ന പോയിന്റിൽ എയിലും ബിയിലും കൂടെയുള്ള ടാൻജൻസ് തൊടുവരകളാണല്ലോ കൂട്ടിമുട്ടി 40 ഡിഗ്രി വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന കോഡ് അഥവാ ഞാനാണ് എ ബി. ആ എ ബിയുടെ അറ്റങ്ങൾ, അതായത് എയും ബിയും അവിടെ നിന്ന് സർക്കിളിലോട്ട് വരച്ചിരിക്കുന്ന ആംഗിൾ എത്രയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാ. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ 40 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും, ഈ ആംഗിൾ എത്ര വരും, അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഈ രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളുടെ നീളങ്ങൾ തുല്യമായതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഒരു ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആയി ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു ത്രികോണമാണ്, ത്രികോണത്തിൽ ഒരെണ്ണം 40 ആണെങ്കിൽ ബാക്കി എത്ര വരും? 140 വരും. 140ന്റെ പകുതി വെച്ചാണല്ലോ ഇവരെടുക്കേണ്ടത്. അതായത് 70 വെച്ചിട്ടാണ് ഈ രണ്ട് കോണുകളും വരുന്നത്. അപ്പൊ അതേ അളവായിരിക്കുമല്ലോ ഇവിടെ കിടക്കുന്നതും, അല്ലെ? ആ രണ്ട് എൻ പോയിന്റ്സ് എയിൽ നിന്നും ബിയിൽ നിന്നും സർക്കിളിലോട്ട് വരച്ചിരിക്കുന്ന ആംഗിളും 70 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം? എ ബി സി എന്നീ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. അപ്പൊ എന്തെഴുതാം? ഈ പോയിന്റ് പി എന്നും എടുക്കാം, ഇത് ക്യൂ എന്നും എടുക്കാം, ഇത് ആർ എന്നും എടുക്കാം. ട്രയാങ്കിൾ പി എ ബി ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. ത്രികോണം പി എ ബി ഒരു സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് എന്തെഴുതാം? ആംഗിൾ പി എ ബിയും ആംഗിൾ പി ബി എയും എത്ര വീതം വന്നു? 70 വീതം വന്നു. അത് മനസ്സിലായില്ലേ? 70 140, 140 180 അല്ലെ? അപ്പൊ ഏത് ആംഗിളും 70 ആയിക്കോളും. പി ആംഗിൾ എ സി ബിയും 70. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് തന്നിരിക്കുന്നത് 60 ആണ്, അല്ലെ? 60 എന്ന് പറയുമ്പം ഈ കോണും എത്രയായിക്കോളും? 60 തന്നെ ആയിക്കോളും. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഇതൊരു സമഭുജ ത്രികോണം അഥവാ എന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അവിടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നുള്ള ഇത് ഓർത്തില്ലെങ്കിലും ഐസോസ്ലസ് ട്രയാങ്കിൾ എന്നുള്ള കാര്യം അറിയാമല്ലോ. ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട്, അല്ലെ? അപ്പൊ ഏത് കോണും 60 ആയിക്കോളും. ഇത് എയും സിയും ആണ് ആ കോഡിന്റെ എൻ പോയിന്റ്സ്. ഞാനിന്റെ എൻ പോയിന്റ്സ് എയും സിയും ആണ്. അതിൽ നിന്നും സർക്കിളിലോട്ട് വരയ്ക്കുന്ന ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. ഞാൻ ഒരേ കളർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ട്രയാങ്കിൾ ക്യു എ സി ഈസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. ക്യു എ സി ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഒരെണ്ണം 60 ആണ്. 180 60 പോകുമ്പോൾ 120 വന്നു. 120 വീതിച്ചെടുക്കുമ്പം 60 വെച്ചാകും. അപ്പൊ ആംഗിൾ ക്യു എ സിയും ആംഗിൾ ക്യു സി എയും എത്ര വീതമായി? 60 ഡിഗ്രിയായി. അതുകൊണ്ട് ഈ എ സി എന്ന ആ ഞാണിന്റെ അറ്റങ്ങൾ എയും സിയും അതിൽ നിന്നും സർക്കിളിലോട്ട് വൃത്തത്തിലേക്ക് വരച്ചിരിക്കുന്ന കോണാണ് ബി, അല്ലെ? അതുകൊണ്ട് എ ബി സിയും 60 തന്നെ ആയി. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ രണ്ട് കോൺ കിട്ടി. അകത്തെ ത്രികോണത്തിലെ ചെറിയ ത്രികോണത്തിലെ രണ്ട് കോൺ കിട്ടിക്കഴിഞ്ഞാലും മൂന്നാമത്തെ കാണാമല്ലോ. എങ്ങനെയാണ് മൂന്നാമത്തെ കാണാൻ വേണ്ടിയിട്ട്? 180ൽ നിന്ന് 70 60 കൂടെ കൂട്ടിയത് കുറച്ചാ പോരെ. ഇപ്പൊ 180 മൈനസ് 130 അല്ലേ? അപ്പൊ എത്ര വന്നു? 50 ഡിഗ്രി എന്ന് വന്നില്ലേ? അപ്പൊ ഈ കോൺ എത്ര വന്നു?
50 ഡിഗ്രി. നമുക്ക് എല്ലാ ആംഗിളും കിട്ടിയില്ലേ? ആംഗിൾ BAC ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. In the picture PQ, RS, TU are the tangents to the circumcircle of the triangle ABC at its vertices. അതായത് 3 ടാൻജൻസ് ഇവിടെ തന്നിട്ടുണ്ട്, പടം തന്നിട്ടുണ്ട്, 3 പോയിന്റിൽ കൂടെയുള്ള തൊടുവരകൾ തന്നിട്ടുണ്ട്. സോർട്ട് ഔട്ട് ദ ഈക്വൽ ആംഗിൾസ് ഇൻ ദ പിക്ചർ. അതായത് ഒരേപോലെ വരുന്ന കോണുകളിൽ ഒന്ന് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ആ പടം വരയ്ക്കാം. ഇവിടെ ഞാൻ പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ തുടങ്ങുന്നത് എവിടെ നിന്നാ? ബിയിൽ നിന്നും സിയിൽ നിന്നും അല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ആ പോയിന്റിൽ വരച്ചിരിക്കുന്ന ടാൻജന്റ് ആയിട്ട് ഈക്വൽ ആയിരിക്കും. കണ്ടല്ലോ? ഒരേ കളർ ഞാൻ യൂസ് ചെയ്യാം. ആംഗിൾ CAB ഈക്വൽ ടു, ഇപ്പോൾ പച്ച കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, ആംഗിൾ UCB ഈക്വൽ ടു ആംഗിൾ RBC. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ആംഗിളായ ബി എടുക്കാം. ആ ബി തുടങ്ങുന്നത് സിയിൽ നിന്നും എയിൽ നിന്നുമാണ്. അപ്പോൾ ആ പോയിന്റിൽ ടാൻജന്റുമായിട്ടുള്ള ആംഗിൾ കണ്ടല്ലോ. അപ്പം ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ PAC ഈക്വൽ ടു ആംഗിൾ TCA. ഇനി അടുത്ത മൂന്നാമത്തെ ആംഗിൾ, ആംഗിൾ സി. ആ സി തുടങ്ങുന്ന എയിൽ നിന്നും ബിയിൽ നിന്നും. അപ്പോൾ അത് എയിലും ബിയിലും ടാൻജൻസും ആയിട്ട് ഉള്ള ആംഗിൾ, ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ BAQ ഈക്വൽ ടു ആംഗിൾ ABS. ക്ലിയർ ആയില്ലേ? എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം.